ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീകളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ ഹബീബ് സുജൂദിൽ കണ്ട് കിടന്നു കയറുന്നപ്പോ അള്ളാഹ് വിളിച്ചിട്ട് പറയാ, മലക്കുകളെ എന്റെ ഹബീബിനെ സഹായിക്കാൻ വേഗം പോണം. ഖൈറുൽ വറ സുജൂദിൽ കിടന്നു മണ്ടങ്കാബൂലിൽ ചെയ്താരശായ പിണ്ടറുകൾ കൊണ്ട് പേരെഴുതാ. അല്ലാഹു തആല മലക്കുകളെ വിളിച്ച് പറയാ, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാഹ്. ഖാല അല്ലാഹു അസ്സ വജല്ല സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ന്യൂനപക്ഷമായപ്പോഴും ഞാൻ ബദറിൽ മലക്കുകളിറക്കി സഹായിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ? മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, പടച്ചോനെ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് പരിചയമല്ല, കലാപത്തിൽ പോയി പരിചയമല്ല, ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യണം? ഒരു നിമിഷം കൊണ്ടതാ ലൗഹിൽ മഹ്ഫൂദിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, വദരിബൂ ഫൗഖൽ അനാഖി വദരിബൂ മിൻഹും കുല്ല ബനാൻ. ഖാല അല്ലാഹു അസ്സ വജല്ല സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ഖുർആനിൽ അല്ലാഹ് പറയാണ്, യുദ്ധം എന്ന് പറഞ്ഞാലേ പെരടിക്ക് വെട്ടലാണ്, അംഗങ്ങൾക്ക് വെട്ടലാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് യുദ്ധം പഠിപ്പിച്ചു കൊടുത്തു. ബദറിൽ മലക്കുകൾ ഇറങ്ങി, അല്ലാഹു സഹായിച്ചു, ബദർ വിജയമായി. അപ്പോഴാണ് ഒറ്റ സെക്കൻഡ് കൂടി ശ്രദ്ധിക്കുക, എല്ലാം പരിശോധിച്ച് നോക്കുമ്പോ യുദ്ധത്തിന് ആക്കം കൂട്ടിയ അബൂജഹലിനെ കാണാൻ. ഉത്ബത്തും ശൈബത്തും വലിയതൊക്കെ കൊല ചെയ്യപ്പെട്ടിരിക്കണ്. ഇതെല്ലാം പണി ഉണ്ടാക്കിയ അബൂജഹൽ ഇവിടെ. അപ്പോഴാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ രണ്ട് കുട്ടികൾ, അബ്ദുറഹ്മാൻ ഔഫ് പറയാൻ, എന്റെ വലഭാഗത്തും ചെറിയ കുട്ടി, ഇടഭാഗത്തും ചെറിയ കുട്ടി. ഞാനിങ്ങനെ നോക്കാൻ, ശത്രുക്കൾ കമ്പ് വെക്കാൻ ഞാൻ നല്ല ഉന്നം കത്തിരിക്കുകയാണ്. രണ്ടു ഭാഗത്തും ചെറിയ ആളാണ്. അപ്പോൾ ആ വലഭാഗത്ത് ആള് വിട്ടിട്ട് ചോദിക്കാൻ, അബൂജഹലിനറിയോ? എന്തിനാ മോനെ? ഇന്നി അലിംതു അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ ചീത്ത പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടികളെ മുന്നിൽ അബൂജഹൽ കടന്നുപോയപ്പോ കുട്ടികൾ ചാടി ചാടി വെട്ടുകയാണ്. അള്ളാന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞു. ഞങ്ങളെപ്പോലത്തെ ആളുകളുള്ള കാലത്ത് നടക്കാൻ പറ്റൂല. അത് അന്നത്തെ രാജഭരണം. ഇന്ത്യ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭാരതമാണ്. നമുക്കും മുത്തുനബിയെ ചീത്ത പറയുന്നവരുമായി സഹിക്കാൻ കഴിയില്ല. എഴുത്തിലൂടെ, പ്രസംഗത്തിലൂടെ, ലേഖനത്തിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെതിരെയുള്ള പോരാട്ടം തുടരുകയാണ്. അത് ബദരീങ്ങൾ ആശ്രയിച്ചു. ഈ നിലം പതിച്ചു വീണ അബൂജഹൽ കൊലയപ്പെട്ടില്ല. അതിന് കാരണം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ കൈകൊണ്ട് അവിടുത്തെ ജീവൻ പടച്ചോൻ തീരുമാനിച്ചതാണ്. സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തപ്പോ മക്കയിലെ ചന്തയിൽ നിന്ന് പരിക്കേൽപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോ അള്ളാഹു കൊടുത്ത ഓഫറാണ്, ഈ പാവപ്പെട്ട ഇബ്നു മസ്ഊദിന്റെ കൈ കൊണ്ടാണ് അബൂജഹലിന്റെ തലയെടുക്കുക. റസൂലുള്ളാഹി പറഞ്ഞപ്പോ നാല് ഭാഗത്തേക്ക് സഹാബത്ത് പരതിയ അബൂജഹൽ എവിടെയാണ്? അപ്പോഴാണ് ഈ കുട്ടികളെ വെറ്റേറ്റ് കിടക്കുന്ന അബൂജഹലിനെ കണ്ടപ്പോ അവിടുത്തെ വിരുമാറിൽ ഇബ്നു മസ്ഊദ് കയറിയിരുന്നു. അബൂജഹൽ പറഞ്ഞു, എടാ, ഇത്രയും വലിയ ഞാൻ നിന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവന്റെ കൈ കൊണ്ട് മരിക്കുന്നു എന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം. അപ്പോഴാണ് അബൂജഹൽ, എടാ, അതിനെന്നെ കിട്ടില്ല, നീ എന്റെ വസിയത്ത് കേട്ടോ, എന്റെ വാള് കൊണ്ട് മുറിക്കണം, എന്റെ തല നീട്ടി മുറിക്കണം, എന്റെ തല കണ്ടിട്ട് നിന്റെ നേതാവായ മുഹമ്മദ് നെട്ടട്ടെ. ഇബ്നു മസ്ഊദ് തലയറുത്തുകൊണ്ട് മുത്തുനബിന്റെ അമറത്തിലേക്ക് വരികയാണ്.
ജഹൽ തന്റെ സഹാബ. നബിയെ അബൂജഹലിന്റെ തല. റസൂൽ ചോദിച്ചു, മക്കളെ എന്താണ് അബൂജഹലിന്റെ അന്ത്യാഭിലാഷം? നബിയേ, ഞാൻ അവനോട് പറഞ്ഞത് ഇസ്ലാമിലേക്ക് വരാൻ പറഞ്ഞപ്പോ എന്റെ വാള് കൊണ്ടിറക്കണം, എന്റെ തല നീട്ടി മുറിക്കണം, എന്റെ തല കണ്ടതിന്റെ മുഹമ്മദ് നെട്ടട്ടെ എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ഫിർഔന വഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ. ഖാല റസൂലുള്ളാഹി. എല്ലാ നബിമാർക്കും അല്ലാഹു ശത്രുക്കളെ കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് നമ്രൂദുണ്ട്, മൂസാ നബിക്ക് ഫിർഔൻ, എല്ലാവരും. പക്ഷേ ഞാൻ അമ്പിയാക്കളെ നേതാവാണ്, എന്റെ ശത്രു കടുപ്പമാണ്. കാരണം ഫറോവയെ ചങ്കറിൽ മുക്കിക്കൊല്ലുമ്പോ ആ ഫറോ പറഞ്ഞത് ആമന്നാ ബിറബ്ബി മൂസ, മൂസേ എന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചോളാം, എന്നൊന്ന് രക്ഷപ്പെടുത്തിക്കോന്നാണ്. ഞാൻ അമ്പിയാക്കളെ നേതാവാണ്, എന്റെ ശത്രു മരണസമയത്ത് പോലും പറഞ്ഞത് അവന്റെ തല കണ്ട് നെട്ടട്ടെ എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാനെന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ നേതാവാണ്. മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വൽതഖലൈനി വൽ ഫാരിഖൈനി നുർബിൻ വമിൻ ആജമി മൗലായ സല്ലി دائما أبدا على حبيبك خير الخلق كلهم. നേതാവ്, അമ്പിയാക്കളെ നേതാവ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله العلي العظيم. 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 الله أكبر. الله أكبر. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة الدرجة الرفيعة بعثه مقام محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അതുകൊണ്ട് ആ ബദറിന്റെ ഒരു ചെറിയ രൂപമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നൊരു ശൈലി
ഉസ്താദിന് കേൾക്കാൻ വേണ്ടി പഠിപ്പിച്ച ശൈലി അത് ഞാൻ ഇവിടെ അതേപോലെ അവതരിപ്പിച്ചതാണ്. കാരണം ഇവിടുത്തെ ആളുകൾ ആ ബെയ്ത്തും പാട്ടൊക്കെ കണ്ടപ്പോൾ ആവേശം കണ്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദം ഒന്നും നോക്കാതെ അങ്ങനെ പറഞ്ഞു. അല്ലാഹു തആല ബദരീങ്ങളെ മറുത് ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഉണ്ടൂർ ഉസ്താദിന്റെ മധുര് പറയുന്ന നമ്മളെ തഖീദുൽ ഹസൻ ഉസ്താദിന്റെ ഉസ്താദ് അംസായസിൽ ഉണ്ടാക്കിയ മാലൻ ഉസ്താദിന്റെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ കോപ്പികൾ ഉണ്ടാവും. നമ്മളൊക്കെ അത് വാങ്ങി ഉണ്ടൂർ ഉസ്താദിനെ പറ്റി പഠിക്കണം. അവിടെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച മമ്പറം സ്വലാത്തിന് ശേഷം വിപുലമായ വൃദ്ധ മജ്ലിസ് ഉണ്ട്. സൗകര്യപ്പെടുമ്പോഴൊക്കെ പങ്കെടുക്കണമെന്ന് ഉറപ്പെടുത്തി എല്ലാവരോടും ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അബ്ദുറഹ്മാൻ ഹസനി ഉസ്താദിന്റെ ബദരീങ്ങളുടെ മദ്ഹ് അൽഹംദുലില്ലാഹ് അതിഗംഭീരമായി അല്ലാഹു നല്ല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിന്റെ മദ്ഹ് പറയുന്നതോടുകൂടെ തന്നെ ശുഹദാഇന്റെ മദ്ഹ് പറയാൻ വല്ലാത്തൊരു ഭാഗ്യം അല്ലാഹു കൊടുത്തു. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഉസ്താദ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയ കൂട്ടത്തിൽ 14 ശുഹദാ ആണുള്ളത്.